ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ എംകോമിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിൻ്റെ 3 വെയിറ്റേജ് ചോദ്യങ്ങളും അതിൻ്റെ വിശദമായിട്ടുള്ള ആൻസറുമാണ്. നാളെയാണ് എക്സാം. അപ്പം എല്ലാവരും 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നും. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് അറിയാം, അതിനകത്ത് ചോദിച്ചിട്ടുള്ള 3 വെയിറ്റേജിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും വെച്ചിട്ട് തന്നെ തുടങ്ങുക. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ബോഡി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ബോഡീൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്. ഇവരുടെ അടുത്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്പനി അതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, എപ്പോഴും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആവാനും ഡീറ്റെയിൽസൊക്കെ അറ്റ് ദ കറക്റ്റ് ടൈമിൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റൂ. An organization needs to communicate the same message to all its stakeholders in order to establish unity, credibility and ethics. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിസിഷനോ ഒരു തീരുമാനമോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് ആ തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ വളരെ കറക്റ്റ് ടൈമിൽ ആ ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളുടെ അടുത്തേക്കും ഒരേപോലെ ഒരേ യൂണിറ്റിയിൽ എത്തിക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ ആളുകളുടെ അടുത്ത് ഓരോ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ ഓർഗനൈസേഷൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എത്തിക്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെസ്സേജ് ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ബോഡി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഓഡിയൻസ് സച്ച് എസ് എംപ്ലോയീസ്, മീഡിയ ചാനൽ പാർട്ട്നേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. പാർട്ട്നേഴ്സിൻ്റെ അടുത്തുണ്ടാവും, എംപ്ലോയീസിൻ്റെ അടുത്തുണ്ടാവും, മീഡിയ ചാനൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷൻ അവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പോലും എന്ത് വേണം, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം എന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിൽ പല രീതിയിലുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത്, സ്റ്റാഫിൻ്റെ അടുത്ത്, ജനറൽ പബ്ലിക്കിൻ്റെ അടുത്ത്, ആരാണ് ഓഡിയൻസ് അതിനനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻ്റ് ആണ്. ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഓറൽ മീഡിയ. ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാളുകൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുകയാണ്, ഫേസ് ടു ഫേസ് ആണ്. അതില്ലാതെ കൂടുതൽ എക്സ്പ്രസീവായിട്ട് നമുക്ക് നമ്മളുടെ ഇത് ഒരു രീതിയിലുള്ള എന്താ പറയുക തെറ്റിദ്ധാരണയില്ലാതെ നമുക്ക് എന്താണോ പറയാനുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ആക്കാം. അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഡിസിഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. രണ്ടാമത്തത് ഇലക്ട്രോണിക് മീഡിയ ആണ്. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സുകളും യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നതും ഇലക്ട്രോണിക് മീഡിയ തന്നെയാണ്. അത് മെയിൽ അയയ്ക്കുക, വീഡിയോ കോള്, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ, പോഡ്കാസ്റ്റുകൾ, വെബ് സീരീസ്, വെബിനാർ, ഇതൊക്കെ ഇലക്ട്രോണിക് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമൊന്നും ഒരുപാട് പോക്കുന്നില്ല, ചീപ്പായിട്ട് ചെയ്യുന്നത്. നമുക്ക് 24 മണിക്കൂറും 24 അവേഴ്സും ഇതിൻ്റെ ആക്സസ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് ഈസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് അറ്റ് ദ സെയിം ടൈം മെസ്സേജ് എത്തിക്കാൻ പറ്റും. ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെ ചൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഇത് തന്നെയാണ്. ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് വെബ്കാസ്റ്റുകളാണ്. നമുക്കറിയാം വെബ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. 24 അവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആർക്കൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. വെബ് കോൺഫറൻസിങ്ങും ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനികളും ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് വെബ് കോൺഫറൻസിങ് എന്ന് പറയുന്നത്. അവർക്ക് ഈസി ആയിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മീറ്റിംഗ്സും പ്രസൻറ്റേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് എല്ലാ വർഷവും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 3 വെയിറ്റേജിലോ എസ്സേയിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെബിനാറാണ്. വെബിനാറും നമുക്കറിയാം വെബ് കോൺഫറൻസിൻ്റെ മറ്റൊരു ടൈപ്സാണ് വെബിനാർ എന്ന് പറയുന്നത്. ഇതും നെറ്റിലൂടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ, അത് നമുക്ക്
വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാളുകൾ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നു, ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഷോർട്ട് മെസ്സേജിങ് സർവീസ് അഥവാ SMS, അതും ഒരു ടെലിഫോണിക് അല്ലെങ്കിൽ ഒരു മീഡിയ ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനാണ്. മെസ്സേജിൻ്റെ സഹായത്തോടെ നമുക്ക് പറയാനുള്ളത് എന്താ പറയുക, പറയേണ്ട ആളിലേക്ക് എത്തിക്കുന്നു. അടുത്തത് കോൾ സെൻറ്റേഴ്സ്. മെനി ബിസിനസ് വിൽ ഹാവ് ഡെഡിക്കേറ്റഡ് കോൾ സെൻറ്റേഴ്സ് ടു ഹാൻഡിൽ കസ്റ്റമർ എൻക്വയറീസ് ആൻഡ് പ്രൊവൈഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ എന്താ പറയുക ഓർഗനൈസേഷനും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകൾക്കും കോൾ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൺസോൾസ് ഉണ്ടായിരിക്കും. ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കോൾ സെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് മീഡിയ ബേസ്ഡ് പറഞ്ഞു, ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് മീഡിയ, പേപ്പർ ബേസ്ഡ്, ഇങ്ങനെ 3 കമ്മ്യൂണിക്കേഷനാണുള്ളത്. നമ്മൾ ഓറൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്ന ടൈപ്പ് പറഞ്ഞു. ഇനി വരുന്നത് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ലെറ്ററായിട്ട് പേപ്പർ ബേസിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു പ്രൂഫ് പോലെയുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പേപ്പർ ബേസിൽ ഫസ്റ്റ് ഫോർമൽ ലെറ്ററാണ്. കസ്റ്റമറിനും ഷെയർ ഹോൾഡറിനും സപ്ലയർക്കും എംപ്ലോയിക്കൊക്കെ വളരെ ഫോർമലായിട്ട് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുക. മെമ്മോസ് ആൻഡ് സ്ക്രൈബ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മോ സെൻഡ് ചെയ്യാണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെമ്മോ. ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് സ്ക്രൈബ് നോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതിന് വ്യക്തമായിട്ടുള്ള ആൻസറും ഇത് കൈപ്പറ്റുന്ന ആൾ കൊടുക്കണം. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിപ്പോർട്ടൊക്കെ മെയിനായിട്ട് ഒരു കമ്പനീൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ വർഷത്തെ മുഴുവൻ കാര്യങ്ങളെയുമാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസത്തിൽ ലാസ്റ്റ് പറയുന്ന ടൈപ്സിൽ പറയുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് നടക്കുമ്പം ആ മീറ്റിങ്ങിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിനെയാണ് നമ്മൾ മിനിറ്റ് എന്ന് പറയുന്നത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. ആ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ എന്ത് നടന്നു അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്താണ് നടന്നത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇൻവെസ്റ്റർ ഓർ ഷെയർ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ, കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോടും ഇൻവെസ്റ്റേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ, കമ്പനി എംപ്ലോയീസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്പനി സംസാരിക്കുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. 3 വെയിറ്റേജിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. മിസ് ഔട്ട് ചെയ്യരുത്, എഴുതണം.